ആദ്യമായി ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രാധാമണി. ഞാൻ ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്തു നിന്നാണ് വരുന്നത്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് ഞാൻ വന്നതാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി മാതാവിനെ കേട്ടത് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ കേട്ടത്. അപ്പോൾ എനിക്കിവിടെ വരാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഡയാലിസിസ് പേഷ്യൻ്റായിരുന്നു. ആഴ്ച 3 ദിവസം ഡയാലിസിസ് ചെയ്യണമായിരുന്നു. ഹസ്ബൻഡ് മരിച്ചത് 2021 അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ 2022 ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് എൻ്റെ 3 മക്കളുടെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. അവരുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 2023 ആയപ്പോഴത്തേക്ക് കല്യാണാലോചനകൾ പലതും വരുന്നുണ്ടായിരുന്നു. 2023 ഞങ്ങൾ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മോളൊരു കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുത്തു. അപ്പം ഇങ്ങനെ വിവാഹത്തിന് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ണൂർ ജില്ലയിലൊന്നും കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇടുക്കി, പിന്നെ കോട്ടയം, പത്തനംതിട്ട അങ്ങനെയൊക്കെയുള്ള ജില്ലയിലാണ് കൊടുത്തത്. 2023 അപ്പം ഇവിടെ കെട്ടാൻ പോകുന്ന പയ്യൻ ഒരു മീമർത്തത് വാങ്ങിച്ചത് പൊതിഞ്ഞ് കിട്ടി. ഞങ്ങൾ പരസ്യം കൊടുത്ത പേപ്പറായിരുന്നു അവന് കിട്ടിയത്. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആ പത്രം ചുമ്മാ ഒന്ന് നോക്കിയപ്പം ഞങ്ങളുടെ നമ്പറുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ കല്യാണം കഴിച്ചാണോ എന്ന് ചോദിച്ചു. കഴിച്ചില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ആലോചന വന്ന് അവർ വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ അന്നേരം നേരി കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2024 കല്യാണം വന്ന് ഞങ്ങളുടെ വീടുമൊക്കെ വന്ന് കണ്ട്, അവരുടെ വീട്ടുകാരും എല്ലാവരും വന്ന് കണ്ട് അങ്ങനെ വിവാഹം ഉറപ്പിച്ച് 2024 മെയ് 5-ാം തീയതി കല്യാണം നടന്നു. അപ്പം ഞങ്ങൾ 12 വർഷത്തോളം വിവാഹാലോചന നടത്തുമായിരുന്നു. 24 വയസ്സ് മുതൽ വിവാഹം ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അവിടെ വിവാഹം നടക്കുന്നില്ലായിരുന്നു. 36 വയസ്സ് പിന്നെയാണ് അവിടെ വിവാഹം നടന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കുമായിരുന്നു, ഇനി മക്കളുടെ കല്യാണമൊന്നും നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ അങ്ങനെ വിവാഹം അത്ഭുതകരമായിട്ട് എൻ്റെ മാതാവ് നടത്തി തന്ന്. അപ്പം മക്കളുണ്ടാകുകയില്ല എന്നും പറഞ്ഞ് ഇത്രയും പ്രായമായി, ഇനി അവൾക്ക് അന്നേരം വണ്ണമൊക്കെ ഉള്ളത് കൊണ്ട് മക്കളുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അവൾക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആകുകയും 2025 ജനുവരി 31 തീയതി നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന എൻ്റെ ഈശോയും മാതാവ് അനുഗ്രഹിച്ചു. പക്ഷേ കുഞ്ഞിനും അവൾക്കൊക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രഗ്നൻറ്റിൻ്റെ സമയത്ത് ബ്ലീഡിങ് ആയിരുന്നു. 9 മാസത്തോളം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എൻ്റെ മാതാവ് കൈവെള്ളയെ കാത്തു സൂക്ഷിച്ച് അവൾക്ക് നല്ലൊരു കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിനാണെങ്കിലും പിന്നെ കിഡ്നിക്ക് വെള്ളം കെട്ടുണ്ടായിരുന്നു. സിസേറിയൻ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കാൻ ചെയ്തപ്പം മാതാവ് യാതൊരു കുഴപ്പമില്ലാതെ, എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ അത്ഭുതകരമായി നല്ലൊരു കുട്ടിയെ എൻ്റെ മാതാവ് തന്ന് അനുഗ്രഹിച്ച് ഞങ്ങളെ. 1-ാം പിറന്നാൾ കഴിഞ്ഞ് ഉടനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ അത്ഭുതകരമായി ഞങ്ങൾക്ക് അവിടെ കല്യാണം നടന്ന് പിന്നെ ബാക്കിയുള്ളത് മോളെ. എൻ്റെ പേര് രേഷ്മ. ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കിങ്ങനെ 24-ാമത്തെ വയസ്സ് മുതൽ കല്യാണം നടക്കാതെ ഇങ്ങനെ ഇരിക്കുകയും 36-ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഞാൻ ആദ്യം കുവൈറ്റിലായിരുന്ന സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രാവശ്യത്തെ വെക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തൊണ്ടയ്ക്കകത്തൊരു മുഴയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആദ്യം സ്കാൻ ചെയ്തപ്പോൾ ഇച്ചിരി സൈസ് കൂടുതലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി 6 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സൈസ് കുറയും, അതിനിപ്പോൾ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എങ്ങനെ പോവുകയും ചെയ്യായിരുന്നു. ആദ്യത്തെ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിന് 3 ദിവസം ബാലൻസ് നിൽക്കുമ്പോഴാണ് എൻ്റെ വിവാഹം ഉറപ്പിക്കുന്നത്. ജനുവരി 12-ാം തീയതിയാണ് എൻ്റെ വിവാഹം ഉറപ്പിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു ഇത്ര വൈകി കല്യാണം കഴിച്ചുകൊണ്ട് മക്കളൊന്നും ഉണ്ടാവില്ല എന്ന്. ഉണ്ടായാലും അംഗവൈകല്യമുള്ള പിള്ളേരായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു ആൺകുട്ടീനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. അതിൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു.
പ്രേക്ഷിത പ്രവർത്തനം പറയുന്നത് ഞാൻ പത്രമൊക്കെ കൊണ്ട് ഓട്ടോ സ്റ്റാൻഡിലും ആളുകൾ കൂടുന്ന എവിടെയാണോ അവിടെയൊക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ പള്ളിയിൽ പോകുമ്പോൾ അവിടെ കൊടുക്കും. ഞാൻ പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ഈ മെൻ്റലി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ 125 പേര് താമസിക്കുന്നുണ്ട്. അവിടെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും 20, 25 പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഞങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് അവർക്ക് 10,000-2,000 രൂപയൊക്കെ അവർക്ക് ഓരോ ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട്. പിള്ളേരുടെ ബർത്ത്ഡേയോ എൻ്റെ ഹസ്ബൻഡ് മരിച്ച ഡേറ്റിനും ഒക്കെ കൊണ്ട് അവിടെയാണ് കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ കൊണ്ട് ചെയ്യുന്നത്. എന്നാൽ കഴിയുന്ന സഹായം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ അവർക്ക് സഹായം ചെയ്യുമായിരുന്നു. അങ്ങനെ പത്രമൊക്കെ അങ്ങനെ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്യും. ഇത്രയേറെ അനുഗ്രഹം ചെയ്ത എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് 1 കോടി നന്ദി. ആത്മീയ ജീവിതം ഞാൻ എല്ലാ ഞായറാഴ്ച തോറും പള്ളിയിൽ പോകും. ഞായറാഴ്ചയെ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞായറാഴ്ച തോറും പള്ളിയിൽ പോകും. 2 നേരവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കും. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. അത് 2-3 മണിക്കൂറൊക്കെ ഞാനിരുന്ന് പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ടോക്കും കേൾക്കും. അങ്ങനെ ഒക്കെ ഞാൻ ചെയ്യും. ബൈബിളും വായിക്കും. 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെയോളം ഞാൻ ബൈബിൾ വായിക്കും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം വചനമാണ്. ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും നമ്മെ നയിക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവുമാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കൾ അനുഭവിക്കുന്നത്. പ്രയാസകരമായ സമയങ്ങളിലും ഒന്നും സാധ്യമല്ല എന്ന് തോന്നുന്ന സമയങ്ങളിലും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമ്മളെ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് ഈശോയുടെയും അമ്മയുടെയും അരികിൽ വന്ന് കണ്ണീരോടെ വേദനയോടെ നമ്മുടെ ഓരോ കാര്യങ്ങളും കഴിയുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ ഓരോ മക്കളെയും ഇവിടെ അനുഭവിക്കുന്നതും എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിൽ നിന്നും അസാധ്യമാണെന്ന് കരുതുന്നതെല്ലാം സാധ്യമാക്കി കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഈ ആലയത്തിൽ കണ്ടുമുട്ടുന്നത്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചിരുന്ന ഓരോ ഉടമ്പടി മക്കളും അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ വഴികളാണ് ഈശോയും അമ്മയും ഓരോ ദിവസവും തുറന്നു കൊടുക്കുന്നത്. നനച്ചു വളർത്തുന്ന പൂന്തോട്ടം പോലെയാണ് നമ്മൾ. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ സമൃദ്ധിയും ഫലപ്രാപ്തിയുമാണ് ദൈവം നൽകുന്നത്. പറ്റാത്ത നീരുറവ് പോലെ ഉടമ്പടി മക്കളുടെ ജീവിതം അവർ അനുഭവിക്കുന്ന ആശ്വാസവും അവിടെ നൽകുന്ന സ്ഥിരമായ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു 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 വലിയൊരു കാര്യമാണ് ഉടമ്പടിയിൽ ഇവർക്ക് ലഭിക്കുന്നത്. ഈ മകൾ പറഞ്ഞ രാധാമണി നമ്മളോട് ഷെയർ ചെയ്ത സാക്ഷ്യത്വം അതുതന്നെയാണ്. 12 വർഷത്തോളം ഒരു വിവാഹത്തിന് വേണ്ടി നോക്കിയിരുന്ന ഒരു മകള് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം 90 ദിവസം തികയുന്നതിന് മുൻപ് തന്നെയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഈശോ ഇവരുടെ കാര്യത്തിൽ എല്ലാം അങ്ങേറ്റെടുക്കുകയായിരുന്നു. കല്യാണം നടത്തി. അതും ഒരു വലിയൊരു രീതിയിൽ ആ മകൾ പറഞ്ഞതുപോലെ ഹസ്ബൻഡ് ഇപ്പം കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അവധിയില്ല. ഹസ്ബൻഡിന് ഒരു ചെറിയ പേപ്പറാണ് കിട്ടിയത് ഹോട്ടലിൽ പോയപ്പോൾ. ആ പേപ്പർ കണ്ടപ്പോഴാണ് ആ അഡ്രസ്സ് കണ്ട് ഫോൺ നമ്പർ കണ്ടു. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ഓരോ വഴികളിൽ ഇടപെടുന്ന രീതികൾ. അമ്മയാണ് ആ പേപ്പർ ഒരുപക്ഷെ അങ്ങോട്ട് കൊടുത്തയച്ചത്. ആ പേപ്പറിൽ പരസ്യം കണ്ടാണ് ആ മകൻ ഇവരെ വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും പിന്നെ ഇവരെ വിസിറ്റ് ചെയ്യുകയും എല്ലാം കണ്ട് എത്രയും പെട്ടെന്നായിരുന്നു. ആ ഉടമ്പടി 90 ദിവസം തീരുന്നതിന് മുമ്പ് തന്നെയാണ് ഈ മകളുടെ മാരേജ് ഫിക്സ്ഡ് ആയത്. 12 വർഷത്തിന് ശേഷം. ഇതാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നത്. പിന്നീടുണ്ടായിരുന്ന കാര്യം ഒരു കുഞ്ഞിനെ വേണമെന്നായിരുന്നു. അതും പലരും പറഞ്ഞു 36-ാമത്തെ വയസ്സിലൊരു കുഞ്ഞിനെ കിട്ടുക എന്നത് വളരെ പ്രയാസമാണ്. ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഭയമില്ലാതെ ഉത്കണ്ഠയില്ലാതെ ഈശോയും അമ്മയും ഏറ്റെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേ ഈ കുഞ്ഞു വാവയെ നൽകി ഈശോയും അമ്മയും ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്, ഫോർ ദോസ് ഹു ട്രസ്റ്റ് ഇൻ ഗോഡ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഉടമ്പടിയിൽ ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുക്കാം.
അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഈശോയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ അമ്മയാണ്. തൈറോയിഡിൻ്റെ അസുഖം അതുപോലെ തന്നെയാണ്. ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും തേച്ചാണ് ഈ മകള് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഈശോയുടെ അമ്മയുടെ അടുക്കിലെത്തിയപ്പോഴാണ് തൈറോയിഡ് എന്ന അസുഖത്തിൽ നിന്നും പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും നമ്മൾ അസാധ്യമെന്ന് തോന്നാം, എല്ലാം നമുക്ക് ഈശോയ്ക്ക് അമ്മയ്ക്ക് വിട്ടുകൊടുക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഭക്തിയോടെ നമുക്ക് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാം. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ മരുഭൂമിയിൽ, നമ്മുടെ ഇരുണ്ട സമയങ്ങളിൽ നമുക്ക് സമൃദ്ധി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്താനും നനച്ചു വളർത്തുന്ന പൂന്തോട്ടം പോലെ വറ്റാത്ത നീരുറവ് പോലെ നമ്മുടെ ജീവിതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാധാമണിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.